ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ ഡാറ്റ ലിങ്ക് ലെയറാണ്. അത് കഴിഞ്ഞു തേർഡ് മൊഡ്യൂൾ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ ഫങ്ഷണാലിറ്റീസ് എന്താ വെച്ചാൽ, നെറ്റ്വർക്ക് ലെയറിലെത്തുമ്പോൾ നമ്മൾ ഡാറ്റ യൂണിറ്റ് പാക്കറ്റ്സ് എന്നാണ് പറയാം. ആ പാക്കറ്റ്സിനെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് റൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. പിന്നെ നെറ്റ്വർക്കിനിടയിൽ എന്തെങ്കിലും കൺജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് നെറ്റ്വർക്ക് ലെയറിൽ. പിന്നെ ഈ അഡ്രസ്സിങ്, അതായത് നെറ്റ്വർക്കിങ്ങിൽ അതായത് ഈ റൂട്ടിങ്ങിന് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്, IPv4 ബേസിക്സ് ഫോമാറ്റിലൊക്കെയുള്ള. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് തേർഡ് യൂണിറ്റിൽ വരുന്നത്. അപ്പം ലോവസ്റ്റ് ലെയർ, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്ക് ലെയർ, അതിന് ശേഷമാണ് ട്രാൻസ്പോർട്ട് ലെയർ വരുന്നത്. ഓക്കെ, TCP/IP ആണെങ്കിലും നെറ്റ്വർക്ക് ലെയറിന് ശേഷമാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ പൊസിഷൻ. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ്, പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ 3 പ്രോട്ടോക്കോൾസാണ് മെയിനായിട്ടുള്ളത്: TCP, UDP ആൻഡ് SCTP. ഓക്കെ, പിന്നെ കൺജഷൻ കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ലെയറിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രാൻസ്പോർട്ട് ലെയർ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഫ്രം വൺ പ്രോസസ് ടു അനദർ. അതായത് ഒരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലോട്ടുള്ള മെസ്സേജ് ഡെലിവറിയാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റണ്ണിങ് ഓൺ എ ഹോസ്റ്റ്. അതായത് ഒരു ഹോസ്റ്റ് മെഷീനിൽ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. Computers often run several programs at the same time. For this reason, source to destination delivery means delivery not only from one computer to the next, but also from a specific process on one computer to a specific process on the other. അപ്പം ഒരു കമ്പ്യൂട്ടർ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യാം. അപ്പോൾ എന്താണ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള മാത്രമല്ല, അതായത് ഒരു കമ്പ്യൂട്ടറിൽ തന്നെ എന്താണ് ഒന്നിലധികം പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് അതിലുള്ളൊരു സ്പെസിഫിക് പ്രോസസ്സിൽ നിന്ന് എന്താണ് മറ്റൊരു കമ്പ്യൂട്ടറിലൊരു സ്പെസിഫിക് പ്രോസസ്സിലോട്ട് ഡെലിവർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സോഴ്സ് ടു ഡെലിവറി എന്നതുകൊണ്ട്. അതായത് ഒരു മെഷീനിലുള്ള ഒരു സ്പെസിഫിക് പ്രോസസ്സിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷൻ മെഷീൻ അഡ്രസ് കോൾഡ് എ സർവീസ് പോയിന്റ് അഡ്രസ് in the OSI model and port number or port address in the internet and TCP/IP protocol suite. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ OSI റെഫറൻസ് മോഡലിൽ എന്താണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിൽ ഹെഡറിൽ എന്താണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ഫോം ചെയ്യുന്ന പാക്കറ്റിൻ്റെ ഹെഡറിലൊരു ഡാറ്റ ഫീൽഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ അതിനെ പോർട്ട് നമ്പർ അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്സ് എന്നാണ് പറയുക. ഓക്കെ, എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ക്യാൻ ബി ഐദർ കണക്ഷൻലെസ് ഓർ കണക്ഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആവാം, അല്ലെങ്കിൽ കണക്ഷൻ ലെസ് ആവാം. A connectionless transport layer treats each segment as an independent packet and delivers it to the transport layer at the destination machine. അപ്പം ഒരു കണക്ഷൻലെസ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്താണ്, അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ട് ലെയറിലെ ഓരോ പാക്കറ്റും ഇൻഡിപെൻഡൻറ്റ് റൂട്ട് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ഓരോ എന്താണ് ഓരോ ഇൻഡിപെൻഡൻറ്റ് പാത്ത് വഴിയായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷനിലോട്ട് റൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നത്. ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയറിലാണെങ്കിൽ എന്താണ്, അപ്പോൾ എന്താണ് അതിൽ പാക്കറ്റ് ഡെലിവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാക്കറ്റ്സ് എല്ലാം തന്നെ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ആയ ശേഷം എന്താണ് അവിടെ കണക്ഷൻ ടെർമിനേഷൻ കൂടെ ചെയ്ത് കഴിയും. ഇൻ ദ ട്രാൻസ്പോർട്ട് ലെയർ എ മെസ്സേജ്
സെഗ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ യൂണിറ്റിന് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയും. ഡാറ്റ ലിങ്ക് ലെയർ എന്താണ് അതിന് ഫ്രെയിംസ് എന്ന് പറയും. ഫിസിക്കൽ ലെയറിൽ ബിറ്റ് ഫോമാറ്റിലുള്ള ഡാറ്റ യൂണിറ്റ്സ് ആണ്. A connectionless protocol such as UDP treats each segment separately. A connection-oriented protocol such as TCP and SCTP creates a relationship between the segments using sequence numbers. Like the data link layer, the transport layer may be responsible for flow and error control. അതുപോലെ എന്താണ് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലും എന്താണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും പെർഫോം ചെയ്യുന്നുണ്ട്. The internet model has three protocols at the transport layer: TCP, UDP and SCTP. അപ്പോൾ TCP IP പ്രോട്ടോകോൾ സ്യൂട്ടിനെ ഇൻ്റർനെറ്റ് മോഡൽ എന്നും പറയും. അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ 3 പ്രോട്ടോകോൾസ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? TCP, UDP ആൻഡ് SCTP. അടുത്തത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി. The data link layer is responsible for delivery of frames between two neighboring nodes over a link. This is called node to node delivery. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത് അത് നോഡ് ടു നോഡ് ഡെലിവറിയാണ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെലിവറി ഓഫ് ഡാറ്റാഗ്രാംസ് ബിറ്റ്വീൻ ടു ഹോസ്റ്റ്. ദിസ് ഈസ് കോൾഡ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി. ഓക്കെ, അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ നോഡ് ടു നോഡ് ഡെലിവറി, നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറിയാണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്താണ്? പ്രോസസ് ടു പ്രോസസ് ഡെലിവറി, അതായത് ഡെലിവറി ഓഫ് എ പാക്കറ്റ് ഓർ പാർട്ട് ഓഫ് എ മെസ്സേജ് ഫ്രം വൺ പ്രോസസ് ടു അനദർ. ടു പ്രോസസ് കമ്മ്യൂണിക്കേറ്റിനെ process communication. A process on the host called a client needs services from a process usually on the remote host called a server. അപ്പോൾ ഒരു ക്ലയൻറ്റ് അതായത് ലോക്കൽ ഹോസ്റ്റിലുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ക്ലയൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് റിമോട്ട് ഹോസ്റ്റിലുള്ള ഒരു പ്രോസസ്സിൻ്റെ സർവീസസ് വേണം. ഓക്കെ, അപ്പോൾ റിമോട്ടിലുള്ള ആ പ്രോസസ്സിന് റിമോട്ട് ഹോസ്റ്റിലുള്ള പ്രോസസ്സിനെ നമ്മൾ സെർവർ എന്ന് പറയും. അപ്പോൾ ബോത്ത് പ്രോസസ്സസ് ഹാവ് ദ സെയിം നെയിം. For communication, we must define the following: a local host, a local process, remote host, and a remote process. Addressing. Whenever we need to deliver something to one specific destination among many, we need an address. അതായത് നമുക്കറിയാം, കുറേ ആൾക്കാരുടെ ഇടയിൽ ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ സ്പെസിഫിക് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, at the data link layer, we need a MAC address to choose one node among several nodes if the connection is not point to point. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ MAC അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. At the network layer, we need an IP address. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് ആണ് IP അഡ്രസ്. ഓക്കെ, at the transport layer, we need a transport layer address called a port number. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോർട്ട് നമ്പർ ആണ് ടു ചൂസ് എമംഗ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് റണ്ണിങ് ഓൺ ദി ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സിൽ നിന്നും ഓരോ പ്രോസസ്സിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഒരു പോർട്ട് നമ്പർ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the destination port number is needed for delivery. The source വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഇൻ്റർനെറ്റ് മോഡൽ ദ പോർട്ട് നമ്പേഴ്സ് ആർ 16-bit ഇൻറ്റീജേഴ്സ്. അപ്പം ഈ പോർട്ട് നമ്പേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 bits ആണ്, 16-bit ഇൻറ്റീജേഴ്സ് ആണ്. അതായത് അതിൻ്റെ വാല്യൂ റേഞ്ചസ് എന്ന് പറയുന്നത് 0 to 65,535. ഓക്കെ, അപ്പം ഈ റേഞ്ചസിനുള്ളിലാണ് എന്ത് വരുന്നത്? പോർട്ട് നമ്പേഴ്സ് വരുന്നത്. The client program defines itself with a port number chosen randomly by the transport layer software running on the client host. This is the ephemeral port number. The internet has decided to use universal port numbers for servers, not random. These are called well-known port numbers. IANA, Internet Assigned Number Authority എന്നാണ് IANAയുടെ ഫുൾ ഫോം. ചിലപ്പോൾ അബ്രിവേഷൻ ചോദിക്കാം. അപ്പോൾ IANAയുടെ റേഞ്ചസ്
അപ്പോൾ IAN എന്ത് ചെയ്തു, പോർട്ട് നമ്പേഴ്സ് 3 റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 0 to 1023 വെൽ നോൺ പോർട്ട്സ്. അപ്പം 0 മുതൽ 1023 വരെ എന്താണ് വെൽ നോൺ പോർട്ട്സ് ആണ്. അത് അസൈൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും IAN തന്നെയാണ്. പിന്നെ രജിസ്റ്റേർഡ് പോർട്ട്സ് 1024 മുതൽ 49,151 വരെ. റേഞ്ചസ് പഠിച്ച് വെക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാം. അപ്പോൾ അത്രയും എന്താണ് രജിസ്റ്റേർഡ് പോർട്ട്സ് ആണ്. അത് IAN അല്ല, അസൈൻ ചെയ്യുന്നതും കൺട്രോളിംഗ് ഒന്നും IANയുടെ പരിധിയിൽ വരുന്നല്ല. ദേ കൻ ഓൺലി ബി രജിസ്റ്റേർഡ് വിത്ത് IAN ടു പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേഷൻ. അടുത്തത് ഡൈനാമിക് പോർട്ട്സ് ആണ്. 49,152 മുതൽ 65,535 വരെ. ദീസ് ആർ നൈദർ കൺട്രോൾഡ് നോർ രജിസ്റ്റേർഡ്. ദീസ് ആർ ദ എഫിമെറൽ പോർട്ട്സ്. ഓക്കെ, ചോദിക്കാം എഫിമെറൽ പോർട്ട്സിൻ്റെ റേഞ്ചസ് ഏതാണ്? On to the socket address. Process to process delivery needs two identifiers, IP address and the port number at each end to make a connection. The combination of IP address and a port number is called a socket address. അപ്പോൾ സോക്കറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് സാധാരണ പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറിക്ക് എന്താണ് IP അഡ്രസ്സും അതുപോലെ തന്നെ പോർട്ട് നമ്പറും ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ IP അഡ്രസ്സിൻ്റെയും പോർട്ട് നമ്പറിൻ്റെയും ഈ ഒരു കോമ്പിനേഷനാണ് സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ നീഡ്സ് എ പെയർ ഓഫ് സോക്കറ്റ് അഡ്രസ്സസ്. ഇപ്പം എന്താണ്, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾസിന് ക്ലയൻറ്റിൻ്റെ സോക്കറ്റ് അഡ്രസ്സും വേണം, അതുപോലെ തന്നെ സെർവറിൻ്റെ സോക്കറ്റ് അഡ്രസ്സ് വേണം. These 4 pieces of information are the part of the IP header and the transport layer protocol header. Multiplexing and demultiplexing. Multiplexing. At the sender side, there may be several processes that need to send packets. However, there is only one transport layer protocol at any time. This is a many to one relationship and requires multiplexing. അതായത് സെൻഡർ സൈറ്റിൽ എന്താണ്, സെവറൽ പ്രോസസ്സിന് പാക്കറ്റ്സ് സെൻഡ് ചെയ്യാനുണ്ടാവും. പക്ഷേ എന്താണ്, മെസ്സേജ് ഫ്രം ഡിഫറെൻറ്റ് പ്രോസസ്സസ് differentiated by their assigned port numbers. After adding the header, the transport layer passes the packet to the network layer. Demultiplexing. Receiver സൈറ്റിൽ എന്താണ്, റിലേഷൻഷിപ്പ് ഈസ് 1 to many and requires demultiplexing. Transport layer receives datagrams from the network layer. After error checking and dropping of the header, the transport layer delivers each message to the appropriate process based on the port number. അതായത് പോർട്ട് നമ്പറിന് അനുസരിച്ചിട്ട് എന്താണ്, നെറ്റ്വർക്ക് ലെയറിന് റിസീവ് ചെയ്യുന്ന ഈ ഡാറ്റാഗ്രാംസിനെ എറർ ചെക്കിങ്ങും ഹെഡറൊക്കെ ഡ്രോപ്പ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, പോർട്ട് നമ്പറിനനുസരിച്ചിട്ട് അപ്രോപ്രിയേറ്റ് പ്രോസസ്സിനും ഡെലിവർ ചെയ്യുന്നു. കണക്ഷൻലെസ് വേഴ്സസ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ പറഞ്ഞു 3 പ്രോട്ടോക്കോൾസ് ആണുള്ളത്. അപ്പോൾ എന്താണ്, കണക്ഷൻലെസ് പ്രോട്ടോക്കോളുണ്ട്, കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളുണ്ട്. അപ്പം കണക്ഷൻലെസ് സർവീസ് ആണെങ്കിൽ എന്താണ്, കണക്ഷൻലെസ്സിൽ എന്താണ്, പാക്കറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലോട്ട് പാക്കറ്റ് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അവിടെ ഇനീഷ്യലി കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റോ കണക്ഷൻ റിലീസിങ്ങോ ഒന്നും ആവശ്യമില്ല. Packets are not numbered even. They may be delayed or lost or may arrive out of sequence. അപ്പോൾ എന്താണ്, ഈ പാക്കറ്റ്സ് ഡിലേ ആവാം, ലോസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഔട്ട് ഓഫ് സീക്വൻസ് ആയിട്ട് അത് ഡെസ്റ്റിനേഷനിൽ അറൈവ് ചെയ്യാം. ഇവിടെ അക്നോളജ്മെൻറ്റും ഇല്ല. അപ്പം കണക്ഷൻലെസ് പ്രോട്ടോക്കോളിന് എക്സാമ്പിളാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. അടുത്തത് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിൽ കണക്ഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സെൻറ്ററും റിസീവറും ഇടയ്ക്ക് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസിന് എക്സാമ്പിളാണ്. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിലുള്ള 3 പ്രോട്ടോക്കോൾസ് UDP കണക്ഷൻലെസ് ആണ്. അടുത്തത് TCP SCTP, ഇത് രണ്ടും കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ UDP മാത്രമായിട്ട് എസ് ചോദിക്കാം, TCP മാത്രമായിട്ട് ചോദിക്കാം, SCTP മാത്രമായിട്ടും എസ് ചോദിക്കാം. സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് UDP പ്രോട്ടോക്കോൾ.
UDP protocol. It is a connectionless, unreliable transport protocol. Unreliable ആണ്. യു വെച്ചിട്ട് നോക്കുക. ഡാഷ് ഈസ് എ അൺറിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. UDP ആണ്. അപ്പോൾ UDPയുടെ ഫസ്റ്റ് ലെറ്റർ യു, അൺറിലയബിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ യു. കണക്ട് ചെയ്ത് പഠിക്കുക. It does not add anything to the services of IP except to provide process-to-process communication instead of host-to-host communication. Also, it performs very limited error checking. അപ്പോൾ എന്താണ്, ഇത് IP-യുടെ സർവീസിന് അധികമായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, ലിമിറ്റഡ് ആയിട്ട് എറർ ചെക്കിങ്ങും പെർഫോം ചെയ്യുന്നു. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, സിമ്പിൾ പ്രോട്ടോക്കോളാണ്, മിനിമം ഓവർ ഹെഡ്. അപ്പോൾ UDPയിൽ വെൽ നോൺ പോർട്ട്സ് ഏതൊക്കെയാണ്? 7 എക്കോസ് റിസീവ്ഡ് ഡാറ്റാഗ്രാം ബാക്ക് ടു ദ സെൻഡർ. അതുപോലെ പോർട്ട് നമ്പർ 9 അത് എന്താണ്, പ്രോട്ടോക്കോൾ ഡിസ്കാർഡ്, അത് റിസീവ് ചെയ്ത ഡാറ്റാഗ്രാം ഡിസ്കാർഡ് ചെയ്യാനാണ്. 11 യൂസർ, ആക്റ്റീവ് യൂസേഴ്സിന് കാണാൻ. 13 ഡേറ്റ് ടൈം, റിട്ടേൺ ദ ഡേറ്റ് ആൻഡ് ടൈം. യൂസർ ഡാറ്റാഗ്രാം UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് ഫോം ചെയ്തെടുക്കുന്ന പാക്കറ്റ്സിനാണ്, ഡാറ്റ യൂണിറ്റ്സിനാണ് യൂസർ ഡാറ്റാഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പാക്കറ്റ്സിന് അല്ലെങ്കിൽ ഡാറ്റ യൂണിറ്റ്സിനെയാണ് യൂസർ ഡാറ്റാഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ഫിക്സഡ് സൈസ് ഹെഡറാണ് ഉണ്ടായിരിക്കുക. ആ ഹെഡറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 ബൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഒരു യൂസർ ഡാറ്റാഗ്രാമിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹെഡറിൻ്റെ ലെങ്ത്ത് 8 ബൈറ്റ്സ് ആണ്, ബാക്കിയുള്ളത് ഡാറ്റയാണ്. ആ ഹെഡറിനെ എഗെയിൻ എന്താണ്, എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു ഭാഗമാണ് സോഴ്സിൻ്റെ പോർട്ട് നമ്പർ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 16 ബിറ്റ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോർട്ട് നമ്പർ 16 ബിറ്റ്സ് ആണുള്ളതെന്നുള്ളത്. അപ്പം ഹോസ്റ്റിൽ റൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ഇതാണ് ഹെഡറിൻ്റെ അടുത്ത പാർട്ടാണ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. ദിസ് ഈസ് ദ പോർട്ട് നമ്പർ യൂസ്ഡ് ബൈ ദ പ്രോസസ് റണ്ണിങ് ഓൺ ദി ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ 16 ബിറ്റ്സ് ലോങ്. അടുത്തത് ലെങ്ത്ത്, അത് യൂസർ ഡാറ്റാഗ്രാമിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് ആ ഒരു ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഹെഡറും ഡാറ്റയും ചേർന്നിട്ടുള്ള ടോട്ടൽ ലെങ്ത്ത്. അടുത്തത് ചെക്സം, അതായത് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ചെക്സം ഫീൽഡ്. UDP ഓപ്പറേഷൻ. ഫസ്റ്റ് വൺ, കണക്ഷൻലെസ് സർവീസ്. അപ്പം ഈച്ച് യൂസർ ഡാറ്റാഗ്രാം സെൻഡ് ബൈ UDP ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡാറ്റാഗ്രാം. അതായത് UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഫോം ചെയ്യുന്ന ഓരോ ഡാറ്റാഗ്രാമും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഡാറ്റാഗ്രാംസ് ആണ്. There is no relationship between the different user datagrams even if they are coming from the same source process and going to the same destination program. അതായത് ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സപ്പോസ് എന്താണ്, ഒരു സോഴ്സ് മെഷീനിലുള്ള ഒരു പ്രോസസ്സ് ഫോം ചെയ്യുന്ന UDP പാക്കറ്റ്സ് ആണെന്ന് കരുതാം. ഓക്കെ, യൂസർ ഡാറ്റാഗ്രാംസ് ആണെന്ന് കരുതാം. എങ്കിലും എന്താണ്, ആ സെയിം സോഴ്സ് പ്രോസസ്സിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഡാറ്റാഗ്രാമായിട്ടോ ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ദർ ഇസ് നോ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് നോ കണക്ഷൻ ടെർമിനേഷൻ. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റോ ടെർമിനേഷനോ ഒന്നുമില്ല. കാരണം കണക്ഷൻലെസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് പാത്ത് വഴിയാണ് ഓരോ പാക്കറ്റും ഓരോ യൂസർ ഡാറ്റാഗ്രാമും പോകുന്നത്. This means that each user datagram can travel on a different path. Flow and error control. There is no flow control and hence no window mechanism. ഇവിടെ ഫ്ലോ കൺട്രോൾ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സ്ലൈഡിംഗ് വിൻഡോ മെക്കാനിസം ഒന്നും ഇല്ല. There is no error control mechanism in UDP except for the checksum. അതുപോലെ എറർ കൺട്രോൾ മെക്കാനിസം ഒന്നും UDPയിലില്ല. ആകെയുള്ളത് ആ ചെക്സം എന്ന് പറഞ്ഞൊരു ഫീൽഡ് മാത്രം. എൻക്യാപ്സുലേഷൻ ആൻഡ് ഡീക്യാപ്സുലേഷൻ. To send a message from one process to another, UDP protocol encapsulates and decapsulates message in an IP datagram. അടുത്ത UDP ഓപ്പറേഷനാണ് ക്യൂയിങ്. ക്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത് പോർട്സ്. അടുത്തത് UDPയുടെ യൂസസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ പ്രോസസ് ദാറ്റ് റിക്വയർസ് സിമ്പിൾ റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻ. അതായത് സിമ്പിളായിട്ട് റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ പിന്നെ ലിറ്റിൽ കൺസേൺ ഫോർ ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ആണെങ്കിൽ UDP സൂട്ടബിൾ ആണ്. അതുപോലെ ഇൻറ്റേർണൽ ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ മെക്കാനിസം
ഉള്ള പ്രോസസ്സിനും സ്യൂട്ടബിളാണ്. പിന്നെ മൾട്ടി കാസ്റ്റിങ്ങിനും സ്യൂട്ടബിളാണ്. പ്രോട്ടോക്കോൾസ്, റൂട്ട് അപ്ഡേറ്റിംഗ് പ്രോട്ടോക്കോൾസിൻ്റെ കേസിലും ഇത് യൂസ്ഫുള്ളാണ്. അത്രയാണ് UDP പ്രോട്ടോക്കോൾ ഉള്ളത്. അടുത്തത് TCP പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. It is a connection oriented protocol. It creates a virtual connection between two TCPs to send data. അപ്പോൾ എന്താണ്, ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ എന്താണ്, രണ്ട് TCPകൾക്കിടയിൽ ഒരു വെർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ TCP എന്താണ്, ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എ കണക്ഷൻ ഓറിയൻറ്റഡ് റിലയബിൾ പ്രോട്ടോക്കോൾ. അടുത്തത് TCP സർവീസസ്. എന്തൊക്കെയാണ് TCPൻ്റെ സർവീസസ് എന്നുള്ളതാണ്. ഒന്ന്, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ TCPയും ചെയ്യുന്നുണ്ട്, UDP പോലെ തന്നെ. ഇതിലുള്ള വെൽ നോൺ പോർട്ട്സാണ്. ക്വിക്കായിട്ട് നോക്കാം. 4 എക്സാമ്പിൾസാണ് കൊടുത്തത്. 7 എന്ന് പറയുന്നത് എക്കോ, 9 ഡിസ്കാർഡ്, 11 യൂസർ, 13 ഡേ ടൈം. അടുത്തത് സ്ട്രീം ഡെലിവറി സർവീസ്. TCP allows the sending process to deliver data as stream of bytes and allows the receiving process to obtain data as a stream of bytes. അപ്പോൾ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് ഡാറ്റ ഡെലിവർ ചെയ്യുന്നതും അതുപോലെ റിസീവ് ചെയ്യുന്നതും. TCP creates an environment in which the two processes seem to be connected by an imaginary tube that carries their data across the internet. The sending process produces the stream of bytes and the receiving process consumes them. Because the sending and receiving processes may not write or read data at the same speed, TCP needs buffer for storage. അതായത് സെൻഡിങ്ങും റിസീവിങ് പ്രോസസ്സ് എന്താണ്, ഒരേ സ്പീഡിലായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നതോ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, TCPയിൽ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് ബഫേഴ്സ് ആവശ്യമാണ്. There are 2 buffers, the sending buffer and the receiving buffer, one for each direction. At the sending side, the buffer has 3 types of chambers. സെൻഡിങ് സൈറ്റിൽ എന്താണ്, ബഫറിന് 3 ടൈപ്പ് ചേമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ വൈറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എംപ്റ്റി ചേമ്പേഴ്സാണ്. അതിലെന്താണ്, സെൻഡിങ് പ്രോസസ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് സെക്ഷൻ. ഗ്രേ ഏരിയ ഹോൾസ് ബൈറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ സെൻഡ് ബട്ട് നോട്ട് യെറ്റ് ആക്നോളജ്ഡ്. ഗ്രേ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അത് ഓൾറെഡി സെൻഡ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ അതിൻ്റെ ആക്നോളജ്മെൻറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, TCP കീപ്സ് ദീസ് ബൈറ്റ്സ് ഇൻ ദ ബഫർ അൺടിൽ ഇറ്റ് റിസീവ്സ് ആൻ ആക്നോളജ്മെൻറ്റ്. അതുപോലെ കളേർഡ് ഏരിയ, ഇറ്റ് കണ്ടെയ്ൻസ് ബൈറ്റ് ടു ബി സെൻഡ് ബൈ ദ സെൻഡിങ് TCP. എന്താണ്, അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ബൈറ്റ്സിനെയാണ് ഈ കളേർഡ് ഏരിയയിൽ ഫില്ല് ചെയ്യുന്നത്. After the bytes in the gray chambers are acknowledged, the chambers are recycled and available for use by the sending process. Receiver side by bytes received from the network. വൈറ്റ് ഏരിയയിൽ എന്താണ്, നെറ്റ്വർക്കിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ബൈറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കളേർഡ് സെക്ഷനിൽ റിസീവ്ഡ് ബൈറ്റ്സ് that can be read by the receiving process. When a byte is read by the receiving process, the chamber is recycled and added to the pool of empty chambers. അടുത്തത് സെഗ്മെൻറ്റ്സ്. The IP layer as a service provider for TCP needs to send data in packets, not as a stream of bytes. At the transport layer, TCP groups a number of bytes together into a packet called a segment. അപ്പോൾ TCP ട്രാൻസ്പോർട്ട് ലെയറിൽ TCP എന്ത് ചെയ്യുന്നു, ഒരു നമ്പർ ഓഫ് ബൈറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഒരു പാക്കറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്. TCP ആഡ്സ് എ ഹെഡർ ടു ഈച്ച് സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റിന് ഒരു ഹെഡർ ആഡ് ചെയ്യും. എന്നിട്ട് എന്താണ്, ഈ സെഗ്മെൻറ്റിനെ
ഐ പി ലെയറിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യുന്നു. ദ സെഗ്മെൻറ്റ്സ് ആർ എൻക്യാപ്സുലേറ്റഡ് ഇൻ ഐ പി ഡാറ്റാഗ്രാംസ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. അപ്പം ഐ പി ലെയറിലോട്ട് കൊടുക്കുന്ന സെഗ്മെൻറ്റ്സ് എന്താണ്, ഈ ഐ പി ഡാറ്റാഗ്രാമിനുള്ളിൽ എൻക്യാപ്സുലേറ്റഡ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The entire operation is transparent to the receiving process. Segments may be received out of order, lost or corrupted and resent. All these are handled by TCP. ഇപ്പോൾ ഈ സെഗ്മെൻറ്റ്സ് എന്താണ്, ഔട്ട് ഓഫ് ഓർഡറിൽ റിസീവ് ചെയ്യാം, ലോസ്റ്റ് ചെയ്യാം, കറപ്റ്റഡ് ഓർ റീസെൻ്റ് ആവാം. അപ്പോൾ അതെല്ലാം TCP തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വിത്ത് ദ റിസീവിങ് പ്രോസസ് അൺഅവെയർ ഓഫ് എനി ആക്ടിവിറ്റീസ്. അപ്പോൾ റിസീവിങ് പ്രോസസ്സ് ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും അവെയർ ആയിരിക്കില്ല. അപ്പോൾ അതെല്ലാം TCP തന്നെ ചെയ്തോളും. Figure shows how segments are full duplex communication. TCP offers full duplex service. അടുത്തത് connection oriented service. It is a connection oriented protocol. The two TCP establish a connection, data are exchanged, then connection is terminated. അടുത്തത് reliable service. It is more reliable transport protocol, uses an acknowledgement scheme to check safe and sound arrival of data. അപ്പോൾ അക്നോളജ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് TCP ഫീച്ചേഴ്സ് ആണ്. ഒന്ന് നമ്പറിംഗ് സിസ്റ്റം. അപ്പം സെഗ്മെൻറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്തതിൻ്റെ റിസീവ് ചെയ്തതിൻ്റെ ഒക്കെ എന്താണ് റെക്കോർഡിക്കലി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റ് ഹെഡർ കീപ്സ് ടു ഫീൽഡ്സ് കോൾഡ് സീക്വൻസ് നമ്പർ ആൻഡ് അക്നോളജ്മെൻറ്റ് നമ്പർ. അപ്പോൾ സെഗ്മെൻറ്റ് ഹെഡർ എന്ത് ചെയ്യുന്നു, രണ്ട് ഹെഡേഴ്സ് ഉണ്ട്, രണ്ട് ഹെഡർ ഫീൽഡ്സ് ഉണ്ട്. ഒന്ന് സീക്വൻസ് നമ്പറും അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ് നമ്പറും. ദീസ് ടു ഫീൽഡ്സ് റെഫർ ടു ദ ബൈറ്റ് നമ്പർ. അപ്പോൾ ഈ രണ്ട് ഫീൽഡ്സിനെയും കൂടിയാണ് ബൈറ്റ് നമ്പർ എന്ന് പറയുന്നത്. ബൈറ്റ് നമ്പർ TCP numbers all bytes that are transmitted in a connection. Numbering is independent in each direction. Numbering starts with a randomly generated number. അടുത്ത sequence number. The value here of the segment defines the number of the first data byte contained in that segment. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള ഫസ്റ്റ് ഡാറ്റ ബൈറ്റിൻ്റെ നമ്പറായിരിക്കും കൊടുത്തിരിക്കുന്നത്. അടുത്ത അക്നോളജ്മെൻറ്റ് നമ്പർ. അപ്പോൾ അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബൈറ്റ് റിസീവ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്ത ബൈറ്റിൻ്റെ നമ്പറാണ് ഇവിടെ അക്നോളജ്മെൻറ്റ് ഫീൽഡിൽ ഉണ്ടാവുക. അതുപോലെ എറർ കൺട്രോൾ, പിന്നെ കൺജഷൻ കൺട്രോൾ. ദ എമൗണ്ട് ഓഫ് ഡാറ്റ സെൻഡ് ബൈ എ സെൻഡർ ഈസ് നോട്ട് ഓൺലി കൺട്രോൾഡ് ബൈ ദ റിസീവർ ബട്ട് ഇസ് ഓൾസോ ഡിറ്റർമൈൻഡ് ബൈ ദ ലെവൽ ഓഫ് കൺജഷൻ ഇൻ ദി നെറ്റ്വർക്ക്. അടുത്തത് സെഗ്മെൻറ്റ്. അപ്പം ഒരു TCP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പാക്കറ്റിന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്. അപ്പോൾ ഒരു സെഗ്മെൻറ്റിൻ്റെ ജനറൽ ഫോമാറ്റാണ് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെഡർ ഡാറ്റ എന്ന രണ്ടായിട്ടാണ് ഓരോ സെഗ്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഹെഡർ പാർട്ടിനെ എഗെയിൻ എന്താണ് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ് സോഴ്സ് പോർട്ട് അഡ്രസ്സ്. അപ്പോൾ അത് 16 ബിറ്റ് ലെങ്ത്താണ്. അപ്പം അത് പറയുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഹോസ്റ്റിലുള്ള അപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ പോർട്ട് നമ്പർ ആയിരിക്കും ഈ സോഴ്സ് പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ് 16 ബിറ്റ് ഫീൽഡ്, അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ പോർട്ട് നമ്പറാണ്. അതായത് ഹോസ്റ്റിലുള്ളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം, അപ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് ഈ സെഗ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പോകുന്നത്. സീക്വൻസ് നമ്പർ 32 ബിറ്റ് ഫീൽഡാണ്. സെഗ്മെൻറ്റിലുള്ള ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഡാറ്റയുടെ അസൈൻ ചെയ്തിരിക്കുന്ന നമ്പർ എന്താണോ അതാണ് സീക്വൻസ് നമ്പർ. അക്നോളജ്മെൻറ്റ് നമ്പർ, it defines the byte number that the receiver of the segment is expecting to receive from the other party. അതായത് റിസീവറിൻ്റെ ബൈറ്റ് നമ്പറാണ്. അതായത് സെഗ്മെൻറ്റിൻ്റെ റിസീവറിൻ്റെ
എക്സ്പെക്റ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിൻ്റെ നമ്പറാണ്. അതായത് സെഗ്മെൻറ്റിൻ്റെ റിസീവർ അതർ പാർട്ടിയിൽ നിന്നും റിസീവ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്പർ. അടുത്തത് ഹെഡർ ലെങ്ത് 4 ബൈറ്റ് വേർഡ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്. 4 ബിറ്റ് ഫീൽഡാണ് ഇത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് 4 ബൈറ്റ് വേർഡ്സ് ഇൻ ദ TCP ഹെഡർ. അടുത്ത റിസർവ്ഡ് ഫ്യൂച്ചർ യൂസിന് വേണ്ടി 6 ബിറ്റ് ഫീൽഡ് റിസർവ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കൺട്രോൾ ബിറ്റ്സ്. ദിസ് ഫീൽഡ് റിഫൈൻസ് 6 ഡിഫറെൻറ്റ് കൺട്രോൾ ബിറ്റ്സ് ഓർ ഫ്ലാഗ്സ്. ഓർ 1 or more of these bits can be set at a time. URG എന്നാണ് എങ്കിൽ അഡ്ജസ്റ്റ് പോയിൻ്റർ ഫീൽഡ് ഈസ് വാലിഡ്. ACK ആണെങ്കിൽ അക്നോളജ്മെൻറ്റ് ഫീൽഡ് ഈസ് വാലിഡ്. PSH എന്നാണെങ്കിൽ പുഷ് ദി ഡാറ്റ. RST എന്നാണെങ്കിൽ റീസെറ്റ് ദ കണക്ഷൻ. SYN ആണെങ്കിൽ സിങ്ക്രണൈസ് സീക്വൻസ് നമ്പേഴ്സ്. FIN ആണെങ്കിൽ ടെർമിനേറ്റ് ദ കണക്ഷൻ. അടുത്തത് വിൻഡോ സൈസ്. വിൻഡോയുടെ സൈസ് ഡിഫൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബൈറ്റ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് ചെക്സം 16 ബിറ്റ് ഫീൽഡാണ്. ചെക്സം വാല്യൂ ആയിരിക്കും അവിടെ ഉള്ളത്. അജൻറ്റ് പോയിൻ്റ് 16 ബിറ്റാണ് ലെങ്ത്ത്. ഓപ്ഷൻസിൽ കൊടുക്കുന്നത്. അടുത്തത് TCP കണക്ഷൻ. ഇറ്റ് ഈസ് കണക്ഷൻ ഓറിയൻറ്റഡ്. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ virtual path between the source and destination. All the segments belong to a message are then sent over this virtual path. അപ്പോൾ ആ വെർച്വൽ പാത്ത് വഴിയാണ് എല്ലാ സെഗ്മെൻറ്റ്സും ഒരു മെസ്സേജിൻ്റെ എല്ലാ സെഗ്മെൻറ്റ്സും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു TCPനെ സംബന്ധിച്ച് കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷനിൽ 3 ഫേസസ് ആണുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, essay ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ, ദെൻ കണക്ഷൻ ടെർമിനേഷൻ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അപ്പോൾ ഫുൾ ഡ്യൂപ്ലക്സ് മോഡലാണ് TCP ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 TCP, അതായത് 2 മെഷീൻസിലുള്ള TCPs കണക്ട് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ എന്താണ്, അപ്പം ഇവയ്ക്ക് പരസ്പരം സെഗ്മെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ പറ്റും. സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം സെഗ്മെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു TCPയിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പറയുന്ന പേരാണ് 3-way ഹാൻഡ് ഷേക്കിംഗ്. 3-way ഹാൻഡ് ഷേക്കിംഗ്. അപ്പോൾ 2 മെഷീൻസിലുള്ള TCPs കണക്റ്റഡ് ആണെങ്കിൽ ദേ ആർ ഏബിൾ ടു സെൻഡ് സെഗ്മെൻറ്റ്സ് ടു ഈച്ച് അതർ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ 3-way ഹാൻഡ് ഷേക്കിങ്ങിലെ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. The 3 steps in this phase are as known as: the client sends the first segment. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മൾ 3-way ഹാൻഡ് ഷേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. SYN, പിന്നെ SYN പ്ലസ് ACK, ലാസ്റ്റ് only the SYN flag is set. SYN എന്ന് പറയുമ്പോൾ സിങ്ക്രണൈസ് ഫ്ലാഗ്, സിങ്ക്രണൈസ് സീക്വൻസ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ്, the client sends the first segment, a SYN segment in which only the SYN flag is set. The segment is for synchronization of sequence numbers. A SYN segment cannot carry data but it consumes one sequence number. അപ്പോൾ അത് SYN segment എന്തല്ല, ഡാറ്റ ക്യാരി ചെയ്യില്ല, പക്ഷേ അത് എന്താണ്, സീക്വൻസ് നമ്പർ അതിന് പുട്ട് ചെയ്തിരിക്കും. The server sends the second segment. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് ഫസ്റ്റ് ഒരു SYN സെഗ്മെൻറ്റ് അയച്ചു, അതിൽ SYN ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, സീക്വൻസ് നമ്പേഴ്സ് സിങ്ക്രണൈസ് ചെയ്യാനാണ് ഈ ഒരു സെഗ്മെൻറ്റ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, സീക്വൻസ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, ഈ SYN സെഗ്മെൻറ്റ് സെർവറിൽ എത്തിച്ചേർന്നാൽ സെർവർ ഉടനെ എന്ത് ചെയ്യും, ഒരു സെക്കൻഡ് സെഗ്മെൻറ്റ് തിരിച്ചയക്കും. ഒരു SYN പ്ലസ് ACK സെഗ്മെൻറ്റ്, അതിൽ 2 ഫ്ലാഗ് വിത്ത് സെറ്റ് ചെയ്യും. ഒന്ന് SYN തന്നെ, മറ്റൊന്ന് അക്നോളജ്മെൻറ്റ്. അപ്പോൾ സെഗ്മെൻറ്റ് എന്താണ്, ഡ്യുവൽ പർപ്പസ് ആണ് ഇവിടെ ഉള്ളത്. ഇറ്റ് ഈസ് എ SYN സെഗ്മെൻറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ അതർ ഡയറക്ഷൻ ആൻഡ് സെർവ്സ് ആസ് ദ അക്നോളജ്മെൻറ്റ് ഫോർ ദ SYN സെഗ്മെൻറ്റ്.
ഇറ്റ് കൺസ്യൂംസ് 1 സീക്വൻസ് നമ്പർ. അപ്പോൾ എന്താണ്, SYN+ACK സെർവർ തിരിച്ച് ക്ലയൻറ്റിന് അയച്ചു. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, തേർഡ് സെഗ്മെൻറ്റ് തിരിച്ചയക്കുന്നു. അതൊരു ACK സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണ് അക്നോളജ് ചെയ്യുന്നത്, സെക്കൻഡ് സെഗ്മെൻറ്റ് റെസിപ്റ്റ് ആയും, പിന്നെ എന്താണ് is the same as the one in the SYN segment. The acknowledgement segment does not consume any sequence numbers. ഇതിനെന്തുണ്ടാവില്ല, സീക്വൻസ് നമ്പേഴ്സ് ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ ട്രാൻസ്ഫർ. അതിപ്പോൾ കണക്ഷൻ 3-way ഹാൻഡ് ഷേക്കിങ്ങിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം എന്താണ് ഡാറ്റ ട്രാൻസ്ഫറാണ്. ബൈഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫർ ക്യാൻ ബി ഡൺ. അപ്പോൾ എന്താണ്, ക്ലയൻറ്റ് ആൻഡ് സെർവർ ക്യാൻ ബോത്ത് സെൻഡ് ഡാറ്റ ആൻഡ് അക്നോളജ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ്, പുഷിംഗ് ഡാറ്റ, അർജൻറ്റ് ഡാറ്റ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, ഒന്നുകിൽ പുഷ് ചെയ്യുക അല്ലെങ്കിൽ അർജൻറ്റ് ഡാറ്റ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം ക്ലയൻറ്റിന് എന്താണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2000 ബൈറ്റ്സ് ഓഫ് ഡാറ്റ 2 സെഗ്മെൻറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുന്നു എന്ന് കരുതാം. The server then sends 2000 bytes in one segment. The client sends one more segment. The first 3 segments carry both the data and acknowledgement, but the last segment carries only the acknowledgement because there are no more data to be sent. The data segments sent by the client have the PSH flag set so that the server TCP knows to deliver data to the server process as soon as they are received. അപ്പോൾ ഇവിടെ എന്താണ്, ദ ഡാറ്റ സെഗ്മെൻറ്റ് സെൻഡ് ബൈ ദ ക്ലയൻറ്റ് ഹാവ് ദ PSH ഫ്ലാഗ് സെറ്റ്. അപ്പോൾ എന്താണ്, ക്ലയൻറ്റിൻ്റെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സെഗ്മെൻറ്റ്സിന് എന്താണ് PSH ഫ്ലാഗ് സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്താണ്, സെർവർ TCP നോസ് ടു ഡെലിവർ ഡാറ്റ ടു ദ സെർവർ പ്രോസസ് ആസ് സൂൺ ആസ് ദേ ആർ റിസീവ്ഡ്. അപ്പം സെർവർ TCP എന്താണ്, റിസീവ് ചെയ്ത ഉടനെ തന്നെ അതെന്ത് ചെയ്യും, അത് സെർവർ പ്രോസസ്സിന് ഡെലിവർ ചെയ്യാനുള്ളതാണെന്നുള്ള അറിഞ്ഞുകൊണ്ട് അത് ചെയ്യും. അപ്പോൾ എന്താണ്, സെൻഡിങ് TCP മസ്റ്റ് നോട്ട് വെയിറ്റ് ഫോർ ദ വിൻഡോ ടു ബി ഫിൽഡ്. ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് എ സെഗ്മെൻറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. Segment from the server on the other hand does not set the push flag. Sometimes an application program needs to send urgent bytes. This means that the sending application program wants a piece of data to be read out of order by the receiving application program. When the receiving TCP receives a segment with the URG bit set, it extracts the urgent data from the segment. അപ്പോൾ എന്താണ്, അർജൻറ്റ് ഡാറ്റ സെഗ്മെൻറ്റിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യും. പിന്നെ എന്താണ്, അർജൻറ്റ് പോയിൻ്റിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് അത് ഡെലിവർ ചെയ്യും, അത് ഔട്ട് ഓഫ് ഓർഡറിൽ ഡെലിവർ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് കണക്ഷൻ ടെർമിനേഷനാണ്. എനി ഓഫ് ദ 2 parties ഇൻവോൾവ്ഡ് ഇൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇവിടെ എന്താണ്, ഈ 2 പാർട്ടീസിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കണക്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-way ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ സിറ്റുവേഷനിൽ ഒരു ക്ലയൻറ്റ് TCP എന്ത് ചെയ്യും, ഒരു ക്ലയൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒരു ക്ലോസ് കമാൻഡ് കിട്ടിയാൽ എന്ത് ചെയ്യും, ഒരു FIN സെഗ്മെൻറ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, FIN എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ ടെർമിനേഷൻ. ഓക്കെ, അപ്പം ഒരു ക്ലയൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒരു ക്ലോസ് കമാൻഡ് കിട്ടുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റ് TCP എന്ത് ചെയ്യും, ഉടനെ തന്നെ ഒരു FIN സെഗ്മെൻറ്റ് ഫോം ചെയ്യും. ഓക്കെ, അതിൽ FIN ഫ്ലാഗ് സെറ്റായിരിക്കും. FIN എന്ന് വെച്ചാൽ ടെർമിനേഷൻ. അപ്പോൾ FIN സെഗ്മെൻറ്റ് ക്യാൻ ഇൻക്ലൂഡ് ദ ലാസ്റ്റ് ചങ്ക് ഓഫ് ഡാറ്റ സെൻഡ് ബൈ ദ ക്ലയൻറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് എ കൺട്രോൾ സെഗ്മെൻറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. If it is only a control segment, it consumes only one sequence number. അപ്പോൾ ഒരു കൺട്രോൾ സെഗ്മെൻറ്റ് മാത്രമാണെങ്കിൽ എന്താണ്, അതിൽ സീക്വൻസ് നമ്പർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദ സെർവർ TCP ആഫ്റ്റർ റിസീവിങ് FIN സെഗ്മെൻറ്റ്, സെർവർ TCP എന്താണ്, ഈ FIN സെഗ്മെൻറ്റ് റിസീവ് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ അതെന്ത് ചെയ്യും, ഇൻഫോംസ് ദ ഇറ്റ്സ് പ്രോസസ് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷനെ പറ്റിയിട്ട്
പ്രോസസ്സിനെ ഇൻഫോം ചെയ്യും. അതോടൊപ്പം എന്താണ്, ഒരു സെക്കൻഡ് സെഗ്മെൻറ്റ് തിരിച്ച് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. FIN പ്ലസ് ACK സെഗ്മെൻറ്റ്, അതായത് FIN സെഗ്മെൻറ്റ് എന്താണ് കറക്റ്റായിട്ട് റിസീവ് ചെയ്തു എന്നുള്ളൊരു കൺഫർമേഷൻ റെസിപ്റ്റ് തിരിച്ച് എന്ത് ചെയ്യും, ക്ലയൻറ്റിന് അയച്ചു. കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റുമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് ആക്ട് ചെയ്യും, FIN പ്ലസ് ACK സെഗ്മെൻറ്റ്. This segment can also contain the last chunk of data from the server. If it does not carry data, it consumes only one sequence number. ചില കേസിൽ എന്താണ്, സെഗ്മെൻറ്റിൽ സെർവറിൽ നിന്നുള്ള ലാസ്റ്റ് പീസ് ഓഫ് ഡാറ്റയും ഈ സെഗ്മെൻറ്റിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഡാറ്റ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു സീക്വൻസ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. The client TCP sends the last segment, an acknowledgement segment, to confirm the receipt of the FIN segment from the TCP server. അപ്പോൾ എന്താണ്, ക്ലയൻറ്റ് TCP ഈ എന്താണ് FIN പ്ലസ് ACK സെഗ്മെൻറ്റ് കിട്ടിയാൽ അതിൻ്റെ ക്ലയൻറ്റ് TCP അടുത്തതായിട്ട് ലാസ്റ്റ് സെഗ്മെൻറ്റ് ACK സെഗ്മെൻറ്റ് തിരിച്ചയക്കും. അതായത് FIN സെഗ്മെൻറ്റ് TCP സെർവറിൽ നിന്നും റിസീവ് ചെയ്തു എന്നുള്ള ഒരു കൺഫർമേഷൻ റെസിപ്റ്റായിട്ട്. ഇതിലെന്താണ്, അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടാവും. ഇറ്റ് കനോട്ട് carry data and consumes no sequence numbers. Half close in TCP. One end can stop sending data while still receiving data. This is called a half close. അപ്പോൾ TCPയിലുള്ള ഒരു ഫീച്ചറാണ് ഹാഫ് ക്ലോസ്. അതായത് വൺ എൻഡ് ക്യാൻ സ്റ്റോപ്പ് സെൻഡിങ് ഡാറ്റ വൈൽ സ്റ്റിൽ റിസീവിങ് ഡാറ്റ. ദിസ് ഈസ് കോൾഡ് എ ഹാഫ് ക്ലോസ്. അടുത്തത് ഫ്ലോ കൺട്രോൾ. സ്ലൈഡിംഗ് വിൻഡോ ഇസ് യൂസ് ടു മേക്ക് ട്രാൻസ്മിഷൻ മോർ എഫിഷ്യൻറ്റ്. സ്ലൈഡിംഗ് വിൻഡോ ആണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷനിൽ ഒരിക്കലും എന്താണ് ഡാറ്റാസിൻ്റെ ഒരു കൂമ്പാരം കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. TCP സ്ലൈഡിംഗ് വിൻഡോ ആർ ബൈറ്റ് ഓറിയൻറ്റഡ്. അടുത്തത് എറർ കൺട്രോൾ. റിലയബിലിറ്റി എറർ കൺട്രോൾ. Lost segments, out of order segments and duplicated segments. Error detection and correction in TCP is achieved through the use of 3 simple tools. ഏതൊക്കെയാണ്? ചെക്സം, acknowledgement, timeout and congestion control.